നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഏറെ ശ്രദ്ധേയനായ ഒരാളാണ് ഈജിപ്തിൻ്റെ കോച്ച് ഹൊസാം ഹസൻ. അർജൻറ്റീനയ്ക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനകളൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയായി, തർക്കമായി, അങ്ങനെ വിവാദമൊക്കെ ആയിരുന്നു. അതായത് റഫറി അർജൻറ്റീനയെ സഹായിച്ചു, തങ്ങൾക്കെതിരെ നിലപാടെടുത്തു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ മെസ്സിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്തർക്കവും ഒക്കെ വലിയ രൂപത്തിൽ വിവാദമായിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. കഴിഞ്ഞ ദിവസം വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവവികാസമുണ്ടായി. കളിക്കളത്തിന് പുറത്ത് അദ്ദേഹം ബോധരഹിതനായി വീണു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു എന്ന് ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവരുദ്ധരിച്ചുകൊണ്ട് മറ്റ് മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കാരണമായത് അദ്ദേഹത്തിൻ്റെ നിലവിലെ ഭാര്യയും മുൻ ഭാര്യയും തമ്മിൽ ഒരു കഫേയിൽ വെച്ച് അടിയുണ്ടായെന്ന് പറഞ്ഞാൽ ചെറിയ അടിയൊന്നുമല്ല. നല്ല ചൂടുള്ള കോഫി എടുത്ത് മുഖത്തേക്ക് ഒഴിക്കുക, അടി, അതുപോലെ മുഖത്തടിക്കുക, ഉന്തും തള്ളും പിടിവലിയും ആകെ പ്രശ്നമായി. ഇത് കണ്ടുനിന്ന കോച്ച് ഹൊസാം ഹസൻ, അദ്ദേഹം മുൻ ഈജിപ്ഷ്യൻ താരം കൂടിയാണ്, ഒരുപാട് റെക്കോർഡുകളൊക്കെ ഉള്ള കളിക്കാരനായിരുന്നു, പിന്നെയാണ് കോച്ചായത്. അദ്ദേഹം ഇത് കണ്ടുനിന്ന് കുഴഞ്ഞു വീണു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ട്. നമ്മളത് വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ്. Egyptian national football team head coach Hosam Hassan was hospitalized after suffering severe stress and fainting during a violent physical brawl between his current wife and ex-wife at a resort hotel on Egypt's north coast എന്നാണ് ഇപ്പോൾ സ്കൈ അറേബ്യയെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 60-കാരനായിട്ടുള്ള കോച്ച് കൊളാപ്സ്ഡായി വീഴുകയായിരുന്നു. എന്തായാലും പിന്നീട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. എന്താണ് സംഭവമുണ്ടായത്? അദ്ദേഹത്തിൻ്റെ നിലവിലെ ഭാര്യ ഡിന മുസ്തഫ, ഡാൻ ആദം എന്നും അവർ അറിയപ്പെടും. അവരും അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ ഹൊവൈദ എൽ ഗർബവിയും തമ്മിൽ ഒരു കഫേയിൽ വെച്ചിട്ട് അടിയുണ്ടായി. ഇത് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്, പോർട്ടോ മെറീന. അവിടുത്തെ ഒരു കഫേയിൽ വെച്ചിട്ടാണ് അടിയുണ്ടായത്. ഈ അടി ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ഹൊസാം ഹസനും അദ്ദേഹത്തിൻ്റെ നിലവിലെ ഭാര്യയും ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്നതായിരുന്നു. അത് കഴിഞ്ഞ് അവർ താഴെ ഒരു കഫേയിൽ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയും മക്കളും അങ്ങോട്ടേക്ക് കയറി വന്നു. അതിൽ മക്കൾ അദ്ദേഹത്തെ ചെയറിൽ നിന്ന് പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ച് അവരുടെ കൂടെ പോകാൻ വേണ്ടി നിർബന്ധിച്ചു. ഇതിനെ തുടർന്നാണ് പിന്നീട് പ്രശ്നമായതും അത് വലിയ രൂപത്തിൽ എസ്കലേറ്റായി. എക്സ് വൈഫും കറണ്ട് വൈഫും തമ്മിൽ അടിയായി. കോഫി എടുത്ത് മുഖത്തേക്ക് ഒഴിച്ചു, പിന്നെ മിടി പിടിച്ച് വലിച്ചു, അടിച്ചു എന്നൊക്കെയാണ് അതിൽ അദ്ദേഹത്തിൻ്റെ നിലവിലെ ഭാര്യ ഡാൻ ആഡം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കണ്ടു നിന്ന കോച്ച് തടയാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു, നടന്നില്ല. ഒടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അദ്ദേഹത്തിൻ്റെ ബോധരഹിതനായിട്ട് താഴെ വീഴുകയായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ പോലീസ് എത്തി ഇവരെ രണ്ടുപേരെയും, രണ്ട് പാർട്ടീസിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ പക്ഷേ ആർക്കും പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഫോർമലായിട്ടുള്ള കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് അവരെ ഒഴിവാക്കി വിടുകയാണ് പോലീസ് ചെയ്തത് എന്നാണ് ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും വേൾഡ് കപ്പിൻ്റെ സമയത്ത് വലിയ രൂപത്തിൽ വാർത്തയിൽ നിന്നൊരു കോച്ച് ഇത്തരമൊരവസ്ഥയിൽ കാണുന്നത് സ്വാഭാവികമായിട്ടും ഫുട്ബോൾ ലോകത്തിന് വലിയ നിരാശയുണ്ടാക്കുന്ന, സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഹെൽത്തിന് മറ്റു വിഷയങ്ങളില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. പൂർണ്ണ ആരോഗ്യവാനായിട്ട് വീണ്ടും ഈജിപ്ഷ്യൻ ടീമിൻ്റെ തലപ്പത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.